everyone, welcome back to Zaria by Shamruk. This is Shamna with you. So last time ഞാനൊരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈദ് കളക്ഷൻ്റെ. സോ ഇപ്പോൾ വീണ്ടും കുറച്ച് കളക്ഷൻസ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. പിന്നെ കുറേ പേര് വളരെയധികം സപ്പോർട്ട് ചെയ്തു. താങ്ക് യു സോ മച്ച്. ബിക്കോസ് ഒത്തിരി ആദ്യമേ ഞാൻ എടുത്ത സ്റ്റോക്ക് പെട്ടെന്ന് തന്നെയാണ് സോൾഡ് ഔട്ട് ആയത്. അതെല്ലാം ഞാൻ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള അവിടെ സപ്ലൈസിൻ്റെ അടുത്ത് നിന്ന് സ്റ്റോക്ക് ഔട്ട് അല്ലാത്ത ബാക്കിയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള ഹൈലി മൂവിങ് ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഞാൻ റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. സോ ആർക്കൊക്കെയാണോ വേണ്ട ലിമിറ്റഡ് സ്റ്റോക്കാണ് എല്ലാം. ആർക്കൊക്കെയാണോ വേണ്ടത് എല്ലാവരും പെട്ടെന്ന് തന്നെ DM ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് നമ്പർ എല്ലാം നമ്മളുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ദ അപ്ഡേറ്റ്സ് വെരി ഫാസ്റ്റ്. വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെങ്കിൽ യു വിൽ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് ദ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ഓൾസോ. സോ എത്രയും പെട്ടെന്ന് DM ചെയ്യുക. ഡോണ്ട് വെയിറ്റ് അൺടിൽ യുവർ ഫേവറേറ്റ് ജ്വല്ലറി ബിക്കം സോൾഡ് ഔട്ട്. അപ്പോൾ നമുക്ക് ജ്വല്ലറീസ് കാണാം. നോർമൽ ഗോൾഡ് പെൻഡൻറ്റ് വിത്ത് എ സിമ്പിൾ ചെയിൻ. ഞാൻ എങ്ങനെ ഇരിക്കും, ഇതിൻ്റെ അകത്ത് പ്രിൻ്റ് ഒന്നുമില്ല, എന്നാൽ അതേസമയം നല്ല ഭംഗിയാണ്, സിമ്പിളും ആണ്. ചെയിനിന് ഇത്രയും ലെങ്ത് ഉണ്ട്. ഇറ്റ് വിൽ ബി വെയറിംഗ് ലുക്ക് വിൽ ബി ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ലവ് പെൻഡൻ്റ് ആണ്, ബട്ട് ദർ ഈസ് എ പ്രിൻ്റ് ഇൻ ഇറ്റ്. ആ പെൻഡൻറ്റിൻ്റെ അകത്ത് ഐ ലവ് യു മോർ എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ലവ് യു മോർ എന്ന് എഴുതിയിട്ടുണ്ട്. സോ ഒരു നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് റൊമാൻറ്റിക് കപ്പിൾസിന്, ഹസ്ബൻഡിന്, വൈഫിന്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ. പിന്നെ ഇത് സിമ്പിളായിട്ടുള്ളൊരു ചെയിനാണ്, വേറെ പ്രത്യേകിച്ച് ഹെവി ആയിട്ടൊന്നുമില്ല. ഇറ്റ്സ് ലൈറ്റ് വെയ്റ്റ്, ഡെയിലി വെയറിന് യൂസ് ചെയ്യാം. ഈ കാണിക്കുന്നതെല്ലാം 18K ഗോൾഡ് പ്ലേറ്റഡ് ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസ് ആണ്. അതുകൊണ്ട് പെട്ടെന്ന് ഇട്ട കളറ് പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. എന്നാലും സൂക്ഷിക്കണം കേട്ടോ. ചിലർ ആൻറ്റി ടാർണിഷ് ആണെങ്കിൽ ഇട്ടുകൊണ്ട് കുളിക്കാം, എന്താ പെർഫ്യൂം അതിൻ്റെ മണ്ടയിലടിക്കുക, അങ്ങനെയൊന്നും ചെയ്ത് കളയരുത്. കുളിക്കുമ്പോൾ ഊരി തന്നെ വയ്ക്കുക. പിന്നെ പെർഫ്യൂം അടിക്കുന്നത് അടിച്ചതിന് ശേഷം മാത്രം ജ്വല്ലറി യൂസ് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വേർത്തിട്ടൊക്കെ വരുന്ന സമയത്ത് ഒന്ന് തുടച്ചിട്ട് എടുത്ത് വയ്ക്കുക. ഈവൻ ഗോൾഡ് ആണെങ്കിൽ പോലും നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോയില്ലേ. അതുപോലെ തന്നെയാണ് ആൻറ്റി ടാർണിഷ് ജ്വല്ലറീസും. അത് നിൽക്കും, കുറേ നാൾ കളർ പോവാതെ തന്നെ നിൽക്കും. ബിക്കോസ് ഇറ്റ് ഈസ് ഹാവിങ് എ പ്ലേറ്റിംഗ് ഓഫ് 18 കാരറ്റ് ഗോൾഡ്. ബട്ട് എന്നാലും സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. നേരത്തെ കാണിച്ചത് ഒരു സിമ്പിൾ ചെയിൻ ആണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് സ്നേക്ക് ചെയിൻ. ഈ ഒരു തിക്ക് ലെയർ ഓഫ് ചെയിനെയാണ് നമ്മൾ സ്നേക്ക് ചെയിൻ എന്ന് പറയുന്നത്. വിത്ത് എ പെൻഡൻ വിത്ത് പ്രിൻ്റ് ഐ ലവ് യു മോർ. ദിസ് വൺ ഈസ് എ വെയറിംഗ് ലുക്ക്. നെക്സ്റ്റ് ഒരു പ്രീമിയം ഒപ്പാൽ ചെയിനാണ്. സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ വരും. അതിൻ്റെ അകത്ത് പെൻഡൻറ്റിൽ വരുന്നത് ഇതാണ്, ലൈക്ക് ഒരു പേൾ ഓയിസ്റ്റർ ടൈപ്പ് വിത്ത് സ്റ്റോണ്, അങ്ങനെയുള്ള കുറച്ച് പെൻഡൻറ്റ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പെൻഡൻ്റാണ്. സിമ്പിളായിട്ടുള്ള എലഗൻറ്റ് ജ്വല്ലറീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ദിസ് ഈസ് ദ പെൻഡൻറ്റ്. This is the wearing look. Next is a rising sun pendant. അതൊരു സിമ്പിൾ ചെയിൻ വിത്ത് ഇങ്ങനെ ഒരു പെൻഡൻറ്റ് വരും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെൻഡൻറ്റ്. വെയറിങ്ങിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഹാവിങ് എ മാറ്റ് ഫിനിഷ്, ഒരു പ്രീമിയം ഫിനിഷാണ് ഇതിന്. ഇതെല്ലാം ആൻറ്റി ടാർണിഷ് 18K ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ഇതാണ് അതിൻ്റെ വെയറിംഗ് വ്യൂ. സോ ദിസ് വൺ ഹാവിങ് ലെങ്ത്, ഇതിന് ഇത്രയും ലെങ്ത്തും വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ ഹാർട്ടാണ്. ഒരു ക്യൂട്ട് ലിറ്റിലല്ല, കുറച്ച് വലുതാണ്. പിന്നെ ഒരു ബ്ലാക്ക് കളറിലുള്ള ഗോൾഡ് ഫിനിഷുള്ള ഒരു ഹാർട്ട് വിത്ത് എ സിമ്പിൾ ചെയിൻ. അത് വെയറിങ് ചെയ്ത് വരുന്ന സമയത്ത് അതിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ലെങ്തും കൂടെ അറിയാൻ വേണ്ടിയിട്ട് ചിലർക്ക് വെയറിങ് ലുക്ക് വേണം. ദാറ്റ്സ് വൈ. ഇതാണ് ഒരു
ലുക്ക് വെയറിങ് ലുക്ക് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ പീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, എൻ്റെ ആക്ച്വലി സരിയ സ്റ്റാർട്ട് ചെയ്ത് ആദ്യമേ പോയ പീസാണ്. എന്താ ഇത് എല്ലാവർക്കും ഫേമസ് ആയിരിക്കും. കുറേ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ജ്വല്ലറിയാണ്. മൾട്ടി കളർ സ്റ്റോൺസ് വരുന്നത്. കുഞ്ഞി പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ആദ്യമായിട്ട് ഓർഡർ ചെയ്തത്. അതിൻ്റെ ഐശ്വര്യമാണോ എന്നറിയത്തില്ല. പിന്നെ ചെറപറ ഓർഡേഴ്സ് ആയിരുന്നു. ഇത് സോൾഡ് ഔട്ടായി. ഞാൻ റീസ്റ്റോക്ക് ചെയ്തിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത സാധനമാണ്. സോ അതിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് പീസാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ബാലൻസ് ഉള്ളതെല്ലാം പോയി. ഈ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. സോ ഹൂഎവർ നീഡ്സ് ഇറ്റ്, ഹൂഎവർ ലവ്സ് ദിസ് വൺ, പ്ലീസ് DM ഫാസ്റ്റ്. പിന്നെ നെക്സ്റ്റ് പീസ് സ്നേക്ക് ചെയിൻ തന്നെയാണ്. അതിൻ്റെ ലാസ്റ്റിലൊരു പെൻഡൻറ്റ്, ബ്യൂട്ടിഫുൾ എമറാൾഡ് പെൻഡൻറ്റ്. ഈ എമറാൾഡ് പെൻഡൻറ്റ് പല വേർഷൻസ് നമ്മുടെ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, സരിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വലിയൊരു ക്യൂബിക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സിമ്പിൾ ബേബി ചെയിൻ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. ഇപ്പോൾ ലാസ്റ്റ് ഈ ഒറ്റൊരു പീസ് മാത്രമേ ഉള്ളൂ. സോ ഹൂഎവർ നീഡ്സ് DM ഫസ്റ്റ് കംസ് ഫസ്റ്റ് സർവ്. ഓക്കെ, ഇതിൻ്റെ വെയറിങ് ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. സോ ബ്യൂട്ടിഫുൾ. ഒരു ചെറിയ സ്റ്റോൺ ആണ്, എമറാൾഡ് സ്റ്റോൺ വിത്ത് സ്നേക്ക് ചെയിൻ. നെക്സ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചെയിനാണ്. അതിൻ്റെ പെൻഡൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഇതാ കുറേ ഹാങ്ങിങ്സ് ഉള്ള ഒരു പെൻഡൻ്റാണ്. അതിൻ്റെ അകത്ത് ചെറിയ ഒരു സ്റ്റാർ വരുന്നുണ്ട്, ഒരു കോൺ ഐസ്ക്രീം പോലത്തത് വരുന്നുണ്ട്. ഇറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് കളേഴ്സ് ഓൾസോ. പിന്നെ ഒരു സ്ക്വയർ സ്റ്റോണും വരുന്നുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പെൻഡൻ്റ് ആണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പെൻഡൻറ്റ്. കുഞ്ഞൊരു ഡിസൈനാണ്. നല്ല സിമ്പിൾ എലഗൻറ്റ് ഡിസൈൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റിയ ഡിസൈൻസാണ്. ആൻഡ് ഇതിൻ്റെ ചെയിൻ ഇങ്ങനെയാണ് വരുന്നത്, സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ. അതിൻ്റെ വെയറിങ് വ്യൂ ഞാൻ കാണിച്ചു തരാം. നെക്സ്റ്റ് ഒരു സിമ്പിൾ ചെയിൻ തന്നെയാണ്. മോസ്റ്റ് ഓഫ് ദ ആൻറ്റി ടാർണിഷ് ഐറ്റംസ് ഞാൻ ഇപ്പോൾ കാണിക്കുന്ന എല്ലാം സിമ്പിളായിട്ടുള്ള ചെയിൻസാണ്. ഹെവി ഐറ്റംസ് ഒന്നുമില്ല. ഡെയിലി വെയേഴ്സാണ്. എലഗൻറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന സിമ്പിൾ സ്മോൾ പെൻഡൻറ്റ് എലഗൻറ്റ് വെയേഴ്സാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു സ്ലൈസ്ഡ് എഗ്ഗ് അല്ലെങ്കിൽ അവഗാഡോ എന്നൊക്കെ നമുക്ക് പറയാം. ദിസ് ലുക്സ് വെരി നീറ്റ്. സിമ്പിളായിട്ടുള്ള ഒരു ചെയിൻ. അതിൻ്റെ വെയറിങ് ലുക്ക് this one looks like this. എല്ലാവരും വിചാരിക്കും സാധാരണ ജ്വല്ലറി ഉടമകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ചെയ്യുന്ന പോലെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിട്ട് കാണിച്ച് തരാത്തതെന്ന്. പെട്ടെന്ന് കാര്യം തീർക്കണം. അവിടെ ഉറങ്ങുന്ന സമയത്തിനാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നത്. അതുകൊണ്ട് പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സ്വർണ്ണമാല മാറ്റിയെടുത്ത് ഇടണ്ടേ, അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഞാനിത് പാതി ഷൂട്ട് ചെയ്ത് പോകുമ്പോഴായിരിക്കും കൊച്ചെണ്ണിക്കുന്നത്. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ അങ്ങനെ ഇത് കിട്ടിയാൽ പിന്നെ പിടിച്ച് വലിച്ച് പൊട്ടിച്ച് എന്തിനാ വെറുതെ. നെക്സ്റ്റ് ഒരു ഡബിൾ ചെയിനാണ്. അതിൻ്റെ അകത്ത് ഒരു യുണീക്ക് ചെയിൻ വരുന്നുണ്ട്. സാധാരണ ഡബിൾ ചെയിനിൽ സ്നേക്ക് ചെയിനും പിന്നെ ഒരു സിമ്പിൾ ചെയിനുമാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് അങ്ങനെയല്ല. ഒരു സിമ്പിൾ ചെയിൻ വരുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സച്ചിൻ ചെയിൻ മോഡലാണ് വരുന്നത്. ഞാൻ കാണിക്കാം. ഒരു നല്ലൊരു ഗോൾഡ് ബ്ലാക്ക് പെൻഡൻറ്റും പിന്നെ ഒരു സിമ്പിൾ ചെയിനും പിന്നെ ഒരു കുറച്ച് കട്ടിയുള്ള ചെയിൻ. ഇങ്ങനെയാണ് ആ ചെയിൻ വരുന്നത്. സോ ദിസ് ഈസ് ദ ഡബിൾ ചെയിൻ. അതിൻ്റെ വെയറിങ് ലുക്ക് ഞാൻ കാണിച്ചു തരാം. This will look. This will be the look. ഇനി നമുക്ക് കുറച്ച് ആൻറ്റി ടാർണിഷ് ഇയറിങ്സും കൂടെ കാണാം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ചങ്കി ഇയറിങ്സ് ആണ് കൂടുതലായിട്ടുള്ളത്.
ഇതൊരു ലൈക്ക് ബ്യൂട്ടിഫുൾ ഒരു പീസാണ്, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണ്. ഇതെല്ലാം കുറച്ച് വലിയ സ്റ്റഡുകളായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് പല പല ഡിസൈൻസ് വരുന്നത്. ഒരു 2 ടൈപ്പ് ഓഫ് ഹാർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. 2 ടൈപ്പ് ഹാർട്ട്സ്. ഒരെണ്ണം ഒരു ടൈപ്പ് ഓഫ് ഇങ്ങനെ വരുന്ന ഒരു ഹാർട്ടും പിന്നെ കുറച്ച് ചങ്കി ടൈപ്പ് ഉള്ള ഒരു ഹാർട്ടും വരുന്നുണ്ട്. സോ 2 ടൈപ്സ് ഓഫ് ഹാർട്ട്സ് വരുന്നുണ്ട്. ഇതെല്ലാം നല്ല നല്ല സ്റ്റൈലിഷും ട്രെൻഡിങ്ങും ആയിരിക്കും നമ്മൾ ഇട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഇതാ നല്ലൊരു ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈയുടെ ഇയറിങ്സും ഉണ്ട്. ഇതെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആൻറ്റി ടാർണിഷ് 18K ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആണ്. സോ നോ ഫെയ്ഡിങ് ഓർ നോ ടാർണിഷിങ്. പിന്നെ ഇതാ വേറൊരു ടൈപ്പ്. അത് കോളേജ് പിള്ളേർക്കും പുതിയ ജനറേഷന് മാത്രമല്ല കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസ് തന്നെയാണ്. നമ്മുടെ പഴയ മോഡലിലുള്ളത് തന്നെ, പക്ഷെ ഇപ്പോൾ പഴയ ട്രെൻഡ്സാണ് പുതുതായിട്ട് പിന്നീട് വരുന്നത് എന്ന് പറയും നമ്മൾ. അതുപോലെ ഇപ്പോൾ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീഷ്യൽ ഫോർമൽസിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.